ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് ഫോർ വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ ഇപ്പോഴും സർജറി തന്നെയാണ്. ഈ അമിതവണ്ണമുള്ളവരെ നമ്മളൊരു തമാശ ക്യാരക്ടറായിട്ടാണ് സമൂഹം കണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ആൻറ്റി ഒബേസിറ്റി മെഡിസിൻസ് എല്ലാം ഡയബറ്റീസിന് വേണ്ടി അപ്രൂവ് ആയ മെഡിക്കേഷൻസ് ആണ്. ഹായ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അമിതവണ്ണത്തെക്കുറിച്ചാണ്. അമിതവണ്ണത്തിൻ്റെ കാരണങ്ങൾ, അതെങ്ങനെയാണ് ഒരു ഡിസീസ് എന്നുള്ള രീതി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് എങ്ങനെ അത് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഡോക്ടർ വിപിനുണ്ട് എൻ്റെ കൂടെ. അപ്പം ഒബേസിറ്റി നമ്മൾ അതിനൊരു എവാലുവേഷൻ ചെയ്യും, അതിൻ്റെ കോമോർബിഡിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം, പ്രോപ്പറായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തതിന് ശേഷം നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡയറ്റ് ആൻഡ് എക്സസൈസ് മാത്രമായിരുന്നു. ഒരു 10 വർഷം മുമ്പ് വേറെ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നു. പിന്നെയാണ് സർജറി വന്നത്, സ്ലീവ് ഗാസ്ട്രക്ടമി, അങ്ങനെ. അതായത് നമ്മുടെ വയറിൻ്റെ വലിപ്പം കുറയ്ക്കുക എന്നുള്ളത്. ഇറ്റ്സ് ലൈക്ക് ഒരു ഫോഴ്സ്ഡ് സ്റ്റാർവേഷൻ, കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ ആ സർജറി കഴിഞ്ഞാലും കുറച്ചാൾ കഴിഞ്ഞ് നമ്മൾ പഴയ പോലെ ഡയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും വണ്ണം അതുപോലെ വരും. കറക്റ്റ്. അപ്പോൾ പിന്നെ അതൊരു സർജറിയാണ്, സർജറിയുടെ കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ സർജറിക്ക് പോകാൻ മടി ഉള്ള ആൾക്കാർ, അങ്ങനെ അത് കാരണം ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്തായിട്ട് 2-3 വർഷമായിട്ടാണ് ഇതിനകത്ത് ഒരു വലിയൊരു എന്താ പറയുന്നത്, ഒരു വിപ്ലവം തന്നെ വന്നിരിക്കുന്നത് ഒബേസിറ്റി ട്രീറ്റ്മെൻറ്റ്. എനിക്കത് അറിയാവുന്ന തന്നെ ഒരുപാട് പേര് മരുന്നുകൾ എടുക്കുന്നു, 30-35 കിലോയൊക്കെ 6 മാസത്തിനുള്ളിൽ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഇന്ന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇന്നിപ്പോൾ സർജറി വേണ്ട എന്നാണോ, മെഡിസിൻ തന്നെ മതിയോ, അതോ സർജറിക്ക് ഇന്നും ഒരു റോളുണ്ടോ? അതെല്ലാം ഒന്ന് ഡിസ്കസ് പറഞ്ഞുതരാം. അത് നമ്മൾ ബേസിക്കലി ഒരു സർജറി കൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് ഫോർ വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ ഇപ്പോഴും സർജറി തന്നെയാണ്. ഓക്കെ. പക്ഷേ നമ്മളിപ്പോൾ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ സർജറി കൊണ്ട് നമ്മളിപ്പം ഗ്യാസ്ട്രക്ടമിയോ അല്ലെങ്കിൽ റൂവൻ ബൈപ്പാസ് എന്ന സർജറീസൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എത്ര ശതമാനം വരെ ബോഡി വെയിറ്റ് കുറയാന്നുള്ളത് ശതമാനക്കണക്ക് പറയുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് 25% മുതൽ 35% വരെയാണ് വെയിറ്റ് ലോസ് കുറയ്ക്കാൻ പറ്റും. എത്ര നാളിനുള്ളിൽ? അത് സാധാരണഗതിയിൽ നമ്മൾ സർജറി കഴിഞ്ഞ് ഒരു 6 മാസം കൊണ്ടാണ് ഈ വെയിറ്റ് ലോസ് കംപ്ലീറ്റ്ലി നമ്മൾ കുറഞ്ഞ് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ എത്തുന്നത്. പല പേഷ്യൻസിനും അതിൻ്റെ ഇടയ്ക്ക് തന്നെ വെയിറ്റ് ഗെയിൻ ചിലപ്പോൾ റീഗെയിൻ ചെയ്യാറുണ്ട്. പക്ഷേ പല പേഷ്യൻസിനും ഏറ്റവും എഫക്റ്റീവാണ്. എന്തുകൊണ്ടാണ് ഈ സർജറി ഇപ്പോൾ കുറച്ചുകൂടി ബാക്കിലോട്ട് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം മോഡേൺ ആയിട്ടുള്ള ഒബേസിറ്റി മെഡിസിൻ കൊണ്ടുണ്ടാകുന്ന വെയിറ്റ് ലോസിൻ്റെ ശതമാനം 20% മുതൽ 25% വരെയാണ്. അപ്പം നമുക്ക് സർജറി ഇല്ലാതെ തന്നെ 20-25% ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർ മെഡിസിൻ പ്രിഫർ ചെയ്യുന്നത് മാത്രം സർജറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇതിൽ സർജിക്കൽ പ്രൊസീജിയറിൻ്റെ ആവശ്യമില്ല, ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് മെഡിസിൻ്റെ ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഡിപ്പെൻഡിങ് അപ്പോൺ റെസ്പോൺസ്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പം സർജറിയുടെ റിലവൻസ് കുറഞ്ഞു വന്നത്. സ്റ്റിൽ സർജറിക്ക് പ്ലേസ് ഉണ്ട്, എസ്പെഷ്യലി മോർബിഡ് ഒബേസിറ്റി ഉണ്ട്, BMI മോർ ദാൻ 40 ആണ്, അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെയാണ്. പിന്നെ ഭയങ്കര അൺകൺട്രോൾ ഡയബറ്റീസ് വിത്ത് സിവിയർ ഒബേസിറ്റി ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഇപ്പോഴും ഒബേസിറ്റിക്ക് സർജറിക്ക് റോളുണ്ട്. നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്, അപ്പോൾ മരുന്നുകൾ മാത്രമാണോ അതോ അതിൻ്റെ കൂടെ നമ്മൾ ഈ നേരത്തെ പറയാറുള്ള പോലെ ഡയറ്റ് ആൻഡ് എക്സസൈസും വേണം? മസ്റ്റായിട്ടും വേണം. കാരണം നമ്മളിപ്പോൾ എന്ത് പേഷ്യൻ്റ് നമ്മൾ പറയുമ്പോഴും ഡയറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡയറ്റിൽ എന്തായാലും നമ്മൾ കൺട്രോൾ വേണം. 2 തരത്തിലാണ് ഡയറ്റിന് റോളുള്ളത്. ഒന്ന് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർദർ വെയിറ്റ് ഗെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡൽട്ടിനെ സംബന്ധിച്ചോളം നമ്മൾ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു മോഡറേറ്റ് ആക്ടിവിറ്റിയിൽ ഒരാൾക്കാണ് ഒരു 1600-1700 കിലോ കാലറി വേണം. അപ്പോൾ നമുക്ക് അവർക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ പറയും നിങ്ങൾ സാധാരണ വേണ്ടതിനെക്കാട്ടിലും ഐഡിയൽ ബോഡി വെയ്റ്റ്സ് വേണ്ടതിനെക്കാട്ടും ഒരു 500 കിലോ കാലറി കുറച്ചേ കഴിക്കാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഡയറ്റിൻ്റെ വെയിറ്റ് ലോസിലേക്കുള്ള സിഗ്നിഫിക്കൻസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കുറഞ്ഞു തുടങ്ങുമ്പോൾ, നമ്മൾ പല മെഡിസിൻസ് എടുത്തിട്ട് വെയിറ്റ് കുറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് വേണ്ടതായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടണം. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മസിൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോപ്പർ ഡയറ്റ് വേണം, ബാലൻസ് ഡയറ്റ് വേണം. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കാരണം നമുക്ക് ഒരു ഡെപ്ലീഷൻ വരാൻ പാടില്ല. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ കിട്ടാത്ത ഒരവസ്ഥ വരാൻ പാടില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ എനിക്ക് തോന്നുന്നു ഒരു ഡയറ്റീഷ്യൻ്റെ അഡ്വൈസ് എടുത്ത് ഒരു പ്രോപ്പർ ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് അത് ഫോളോ ചെയ്യുന്നതായിരിക്കും സേഫ് അല്ലേ? അതെ. കാരണം നമ്മളിപ്പം മോളിക്യൂൾസിനൊക്കെ പറ്റി ട്രീറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള മെജോറിറ്റി മെഡിക്കേഷൻസും ഇഞ്ചെക്റ്റബിൾസ് ആയിട്ടാണുള്ളത്. അപ്പോൾ അത് വീക്ക്ലി ഇഞ്ചെക്ഷൻസ് ആയിട്ടാണുള്ളത്. പണ്ട് നമുക്ക് ഉണ്ടായിരുന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതേ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾ ഡെയിലി ചെറിയ ഡോസുകളിലുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം സ്റ്റഡീസിലൊക്കെ കാണിച്ച് വന്നപ്പം പിന്നെ അപ്രൂവലൊക്കെ കിട്ടി വന്നപ്പോഴേക്കും ഇപ്പം എല്ലാം വീക്ക്ലി ഇഞ്ചക്ഷൻസാണ്, ആഴ്ച ഒരിക്കൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ. അത് സബ്ക്യൂട്ടേനിയസ് ഇൻസുലിൻ എടുക്കും പോലെ സ്വയം എടുക്കുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മളൊരു പേഷ്യൻ്റ് അത് മരുന്ന് തുടങ്ങുമ്പോൾ അത് നമ്മൾ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആയിട്ട് ആദ്യത്തെ ഡോസ് ഹോസ്പിറ്റലിൽ പഠിപ്പിച്ചു കൊടുക്കും.
ഓക്കെ ഇതിങ്ങനെയാണ് ഈ പെൻ യൂസ് ചെയ്യുന്നത്, ഇതിങ്ങനെയാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഒരു പ്രാവശ്യം അവരെടുത്ത് നമുക്ക് കോൺഫിഡൻസ് കിട്ടും. പിന്നെ സ്വന്തമായിട്ട് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അതങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ ആൻറ്റി ഒബേസിറ്റി മെഡിസിൻസ് തന്നെ ഇതിൻ്റെ പോലെ തന്നെ ഒരു ഗുളിക രൂപത്തിലുള്ള മരുന്നും ഇപ്പോൾ ഉണ്ട്. അത് എന്നുണ്ടെങ്കിൽ ഡെയിലി എടുക്കുന്ന രീതിയിൽ രാവിലെ വെറും വയറ്റിലെടുക്കുക, പിന്നെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒരു ഭക്ഷണം കഴിക്കാത്ത രീതിയിലുള്ള മരുന്നാണ്. ഈ ഗുളികയുടെ ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് സെയിം തന്നെയാണോ? ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് ഗുളികയുടെ എഫക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. കാരണം ഇതിൻ്റെ സയൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇഞ്ചക്റ്റർ ആണെങ്കിലും ഗുളികകളാണെങ്കിലും നമുക്ക് പെപ്റ്റൈഡ് ഹോർമോൺസാണ്. പെപ്റ്റൈഡ് ഹോർമോൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റൊമക്ക് വഴി നമ്മൾ പോകുമ്പോൾ ആസിഡ്, പിന്നെ ഇൻഡസ്റ്റൈൻ വഴി പോകുമ്പോൾ നമ്മളുടെ എൻസൈംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഡീഗ്രേഡ് ചെയ്ത് പോകും, അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. ഗുളികയായിട്ട് കഴിക്കുമ്പോൾ ആ മരുന്ന് പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടണം എന്നില്ല, എത്തുന്നില്ല. അത് ഇൻസുലിൻ പോലെ ഒരു ഹോർമോണാണ്. ഇഞ്ചക്ഷൻ നേരെ ബ്ലഡിലേക്ക് കയറുന്നുണ്ട്, കറക്റ്റ് ഫുൾ ആയിട്ടുള്ള എമൗണ്ട്. അപ്പം ഇഞ്ചക്ഷൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവേ വേണ്ടുള്ളൂ ആസ് കമ്പയർഡ് ടു ഓറൽ മെഡിക്കേഷൻ. അപ്പം ഓറൽ മെഡിക്കേഷൻ തന്നെ നമ്മൾ വേറൊരു മോളിക്യൂളിൻ്റെ കൂടെ കൊടുത്ത് അബ്സോർപ്ഷൻ കൂട്ടുന്ന രീതിയിലായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ എഫക്റ്റീവ്നെസ്സും കുറച്ചൊരു കുറവ് വരുന്നത് ആസ് കമ്പയർഡ് ടു ഇഞ്ചക്ഷൻസ്. ഏതൊക്കെ ടൈപ്പ് മെഡിസിൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ അമിതവണ്ണം ചികിത്സിക്കാനായിട്ട്? ഇപ്പം ബേസിക്കലി നമ്മളതിന് പറയും GLP-1 ബേസ്ഡ് തെറാപ്പി എന്നതിന് പറയുക. അപ്പോൾ GLP-1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്നൊരു ഹോർമോണാണ്, ഗട്ട് ഹോർമോണാണ്. അപ്പം നമ്മൾ അതിൻ്റെ അനലോഗ്സ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഹയർ ഡോസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ബോഡിയിലുള്ള ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ പോയി നമ്മളുടെ അപ്പറ്റൈറ്റ് കുറയ്ക്കും. നമ്മളുടെ ആണെങ്കിൽ നമ്മളുടെ ഒരു ക്രേവിങ്സ് കുറയ്ക്കും. എസ്പെഷ്യലി നമുക്ക് രണ്ട് വിധത്തിൽ അപ്പറ്റൈറ്റ് ഉണ്ടല്ലോ. ഒരു വിശക്കുന്ന എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ കഴിക്കാം, രണ്ടാമത് വിശപ്പ് മാറി ഇനി കുറച്ച് ഡെസേർട്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പറയും ഒരു ക്രേവിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കണം എന്നൊരു ആഗ്രഹം. ഈ ക്രേവിങ്സും ഫുഡിനുള്ള ക്രേവിങ്സും അത് കുറയ്ക്കും. രണ്ടാമത്തെ സ്റ്റൊമക്കിലൊരു ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഡൈജഷൻ പതുക്കെ ആക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കാതിരിക്കും. മൂന്നാമത്തെ കാര്യം നമ്മളുടെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ, അത് നമ്മളെ ബോഡിയിൽ ഇത് അബ്സോർബ് ചെയ്യുന്നതും അത് യൂട്ടിലൈസേഷനും ഒക്കെ പ്രോപ്പർലി സഹായിക്കുന്നതിൻ്റെ കൂടെ നമ്മളെ വിസറൽ ഫാറ്റിലുള്ള കെട്ടിക്കിടക്കുന്ന ഫാറ്റിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷന് വേണ്ടി സഹായിക്കും. അങ്ങനെ ബോഡിയുടെ മെറ്റബോളിസം ചേഞ്ചസ് വരും. അങ്ങനെ ഓൾ ടുഗദറാണ് നമുക്ക് വെയിറ്റ് ലോസ് വരുന്നത്. ഈ മരുന്നുകൾ പുറമേയുള്ള നമ്മളെ ഫാറ്റ് മാത്രമല്ല ഉള്ളിലുള്ള ഫാറ്റും കുറയ്ക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ അത് കാരണം വരാവുന്ന ഈ കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും ഇത് കുറയ്ക്കുന്നതാണ് വളരെയധികം. അത് ശരിക്കും പറഞ്ഞാൽ ഈ ആൻറ്റി ഒബേസിറ്റി മെഡിസിൻസ് എല്ലാം ഡയബറ്റീസിന് വേണ്ടി അപ്രൂവ് ആയ മെഡിക്കേഷൻസ് ആണ്. അപ്പോൾ ഡയബറ്റീസ് ചികിത്സിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് കണ്ടതിന് ശേഷമാണ് ഇതിൻ്റെ ഹയർ ഡോസ് എന്തുകൊണ്ട് നമുക്ക് ഒബേസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റാണ് നമ്മൾ എഫക്റ്റായിട്ട് മാറ്റിയത്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം ഈ GLP-1 ബേസ്ഡ് തെറാപ്പിയിൽ GLP-1 അഗനിസ്റ്റ് എന്ന സാധനമുണ്ട്, കമ്പൈൻഡ് ആയിട്ടുള്ള GLP-GIP അഗനിസ്റ്റും ഉണ്ട്. ആ GLP-1 റിസപ്റ്റർ അഗനിസ്റ്റിനാണ് നമ്മൾ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ബ്രാൻഡ് നെയിംസ് ഒക്കെയാണ് നമ്മളുടെ ഒസംപിക് എന്ന് പറഞ്ഞ സംഭവങ്ങൾ, അതിൻ്റെ വീഗോവി എന്ന് പറഞ്ഞ സംഭവങ്ങൾ, പിന്നെ ഇന്ത്യൻ ബ്രാൻഡ്സുകളൊക്കെ ആയിട്ടുള്ളത്. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കാം. ഇപ്പോൾ നമ്മൾ BP-യുടെ മരുന്നാണെങ്കിൽ ചില പ്രത്യേകതരം ബുദ്ധിമുട്ടുള്ളവർക്ക് ചില മരുന്നുകൾ ഉപയോഗിക്കാം. അതുപോലെ ഇതിലും അങ്ങനെയുണ്ടോ, അതോ ഏത് മരുന്നും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം? ഇതിൽ നമ്മൾ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില പേഷ്യൻസ് ഇത് പറ്റില്ല, ചില പേഷ്യൻസിന് ചില കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം ഇത് കൊടുക്കാം, ചില പേഷ്യൻസ് അധികം ഇൻഡിക്കേറ്റഡ് ആണ്. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ BMI മോർ ദാൻ 30 ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ BMI മോർ ദാൻ 27 ഉള്ള ആൾക്കാർക്ക് വിത്ത് കോംപ്ലിക്കേഷൻസ് ലൈക്ക് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. BMI 27 താഴെയാണെങ്കിൽ ആൻറ്റി ഒബേസിറ്റി മെഡിസിൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചില സിറ്റുവേഷൻസിൽ BMI 27 താഴെയാണെങ്കിൽ ഡയബറ്റിസ് അൺകൺട്രോൾഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇൻഡിക്കേഷൻസ്. പിന്നെ നമ്മൾ ശരിക്കും ഫാമിലി ഹിസ്റ്ററി ഓഫ് മെഡുലറി കാർസിനോമ തൈറോയിഡോ അല്ലെങ്കിൽ പേഷ്യൻറ്റിനകത്ത് മെഡുലറി കാർസിനോമ തൈറോയിഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിലോ ഈ മരുന്ന് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ പേഷ്യൻസിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾ സ്റ്റോൺസ്, പിത്താശയത്തിലെ കല്ലുകളുകൾ, അവർക്ക് കോളിസിസ്റ്റൈറ്റിസ് വരുന്നു, പാൻക്രിയാറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയാറ്. അപ്പോൾ ഒരു കെയർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് നമുക്ക് ആവശ്യമുണ്ട് ഈ പേഷ്യൻ്റ് സെലക്ഷന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം സാർ ചോദിച്ച പോലെ ഇതിൽ ഏത് മരുന്ന് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കമ്പൈൻഡ് GLP-GIP മോളിക്യൂൾസിന് കുറച്ചുകൂടി കൂടുതലാണ് ആസ് കമ്പയർഡ് ടു GLP-1 റിസപ്റ്റർ അഗനിസ്റ്റ്. അത് നമ്മൾ ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ മാക്സിമം ഡോസ് പോകുമ്പോൾ 22% വെയിറ്റ് ലോസ് വരുമെങ്കിൽ മറ്റേ ഗുളികയുടെ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ്റെ മാക്സിമം ഡോസ് പോകുമ്പോൾ ഒരു 17% വരെ കുറയും. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. രണ്ടും എഫക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂളാണ്. പിന്നെ രണ്ടിൻ്റെ കോസ്റ്റിലും വ്യത്യാസമുണ്ട്.
ഓക്കെ. മേജറായിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഈ മരുന്നുകൾക്ക്? ഈ മരുന്നുകൾക്ക് മേജറായിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റുകളിൽ നിന്ന് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സൈഡ് എഫക്റ്റ് തന്നെയാണ്. ഓക്കെ. അതായത് നോസിയ, ഗ്യാസ്ട്രൈറ്റിസ്, വൊമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ, ഇഞ്ചക്ഷൻ എടുത്താലും ഓക്കെ, ഇതൊക്കെയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എഫക്റ്റും സൈഡ് എഫക്റ്റും ഒക്കെ ഓവർലാപ്പ് ചെയ്താണ് കിടക്കുന്നത്. ഓക്കെ. അപ്പം നമ്മളിപ്പം ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നു, പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഫാറ്റി ഫുഡ് കഴിക്കാൻ പാടില്ല, വലിച്ചു വാരി ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ പാടില്ല, ഫീസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് മിനിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എടുക്കാൻ പാടില്ല എന്നതൊക്കെ ഉപദേശിച്ച് കൊടുത്താലും പേഷ്യൻ്റ് ഇപ്പം ഇത് ഒഴിവാക്കിയും കൊണ്ട് നന്നായിട്ട് ആ ഇഞ്ചക്ഷൻ എടുത്ത് പോയിട്ട് ആ ദിവസം പോയി നല്ലൊരു ബിരിയാണിയും നല്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒക്കാനും വരും. ഓക്കെ. അപ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റും ഓവർലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാനുള്ള കാരണം അതാണ്. ഇതാണ് മെയിൻ സൈഡ് എഫക്റ്റുകളായിട്ട് വരുന്നത്. പക്ഷേ റെയറായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണിന് അസുഖമുള്ള ആൾക്കാർക്കോ ലൈക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതിയൊക്കെ ഉള്ള ആൾക്കാർക്കോ വിഷൻ്റെ ചിലപ്പം അബ്നോർമാലിറ്റി വരാം. വളരെ റെയറായിട്ട് നമുക്ക് ഇസ്കീമിക് ഒപ്റ്റിക് ന്യൂറോപ്പതി പറഞ്ഞ അസുഖമൊക്കെ വരാം. അത് വളരെ റെയറായിട്ടുള്ള സിറ്റുവേഷൻസിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ കഴിയുന്നതും സ്ക്രീൻ ചെയ്യാറുണ്ട്, എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ വളരെ റെയറായിട്ട് പാൻക്രിയാറ്റൈറ്റിസിന് സാധ്യതയായിട്ടുള്ള പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ചിലപ്പം പാൻക്രിയാറ്റൈറ്റിസിൻ്റെ ഹിസ്റ്ററി വരാം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ പ്രാക്ടിക്കൽ ഒരു യൂസേജ് വെച്ചിട്ട്, ഇത്രയും കാലത്തെ ഒരു യൂസേജ് വെച്ചിട്ട് 2 ഇയേഴ്സിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ മെഡിസിൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പലരും ഈ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ ഒരുവിധം നല്ല രീതിയിൽ ടോളറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എഫക്റ്റീവ്നെസ് നല്ലതാണ്. അപ്പം ഒരിക്കൽ നമ്മൾ ഈ അമിതവണ്ണത്തിനുള്ള മരുന്നുകൾ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ എത്ര നാളത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും? ഓക്കെ, സാധാരണ എല്ലാ പേഷ്യൻസും ചോദിക്കുന്ന കാര്യമാണ്. കാരണം 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇതിന് ഒരു ഇഞ്ചക്റ്റബിൾ തെറാപ്പിയാണ്. രണ്ടാമത്തെ, ഇതിന് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ രണ്ടും കൺസിഡർ ചെയ്തിട്ടാണ് പേഷ്യൻ്റ് ചോദിക്കുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ പറയുക, നമുക്ക് സാധാരണ ഒരു പേഷ്യൻ്റ് നമ്മൾ ഈ മരുന്ന് ഇടുമ്പോൾ അവർക്ക് ടാർഗറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്കിപ്പം 100 കിലോ ആണ് ഉള്ളത്, നമ്മുടെ ഒരു ലക്ഷ്യം 80 കിലോ എത്തിക്കണം, അത് 20% വെയിറ്റ് ലോസ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പേഷ്യൻസിനും ഫുൾ ഡോസ് എടുക്കേണ്ട ആവശ്യം വരാറില്ല. ഓക്കെ. അപ്പോൾ ചെറിയ ഡോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു, ലൈക്ക് 2.5 mg അല്ലെങ്കിൽ 0.25 mg സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അത് 5 mg ആക്കുന്നു, 7.5 mg ആക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ കറസ്പോണ്ടിങ് ഡോസിൽ പോകുന്നെങ്കിൽ ചില പേഷ്യൻസ് 2 മാസം എടുക്കുമ്പോഴേക്കും ഒരു 5 കിലോ കുറയുന്നുണ്ടാവും. അപ്പോൾ അത് നല്ല വെയിറ്റ് ലോസാണ്. അവർക്ക് പിന്നെയും ഡോസ് കൂടേണ്ട വലിയ ആവശ്യമില്ല. ആ സെയിം ഡോസ് മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ അവർക്ക് വെയിറ്റ്. അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി ആ എടുക്കുന്ന മെഡിസിൻസിൻ്റെ ഡോസ് പതുക്കെ ഒന്ന് ഡൗൺ ടൈറ്റേറ്റ് ചെയ്യാൻ നോക്കും, കുറയ്ക്കാൻ നോക്കും. അതിൽ അവരോട് പറയും നന്നായിട്ട് എക്സസൈസും ഡയറ്റും പിടിച്ചും കൊണ്ട് പറ്റുവാണെങ്കിൽ അത് വയ്ക്കും. പക്ഷേ ശരിക്കുള്ള ഉത്തരം നിന്നുണ്ടെങ്കിൽ ആസ് ലോങ് ആസ് യു വാണ്ട് ടു ലോസ് വെയിറ്റ് ഓർ മെയിൻറ്റെയിൻ ദ വെയിറ്റ് ലോസ് യു നീഡ് ടു കണ്ടിന്യൂ ദ മെഡിക്കേഷൻ എന്നുള്ള ലൈഫ് ലോങ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. പക്ഷേ പലപ്പോഴും പല സിറ്റുവേഷൻ എല്ലാ പേഷ്യൻറ്റും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ചില പേഷ്യൻസ് മോട്ടിവേറ്റ് ആയിട്ട് പേഷ്യൻ്റ് ഒരു 20 കിലോ അല്ലെങ്കിൽ 20% ബോഡി വെയിറ്റ് ലോസ് പറഞ്ഞാൽ പറയും ഡോസ് കുറയ്ക്കാം. ആ ഡോസ് കുറയ്ക്കുമ്പോൾ അവർ വെയിറ്റ് കൂടുന്നില്ല, പിന്നെയും ഡോസ് കുറയ്ക്കാം, ചിലർ നിർത്തി നോക്കാറുണ്ട്. അപ്പോൾ 20% ആൾക്കാർക്കും അവരുടെ ഡയറ്റും എക്സസൈസും അവരുടെ മോട്ടിവേഷനും കൊണ്ട് പോയ വെയിറ്റ് അധികം കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറുണ്ട്. ബാക്കി 80% ആൾക്കാർക്കും വെയിറ്റ് റീഗെയിൻ ചെയ്യാറുണ്ട്. പക്ഷേ അത് പഴയ ലെവലിലോട്ട് എത്താതെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അതായത് 100 കിലോ ഉള്ള ആൾ ഒരു 80 കിലോ വരെ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു 85 മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ആ വെയിറ്റ് ഗെയിൻ വരാനുള്ള 2 കാരണം കൊണ്ടാണ്. അവർ ഈ വെയിറ്റ് ലോസ് വരുന്ന സമയത്ത് അവർ കുറച്ച് മസിൽ ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഐസോമെട്രിക് എക്സസൈസ് ചെയ്യും. അപ്പോൾ അത് മസിൽ മാസം കൂടുന്നുണ്ട്, അതും കൂടി ഒരു ഫാക്ടറാണ്. പക്ഷേ അവരുടെ കംഫർട്ട് ലെവൽ, ക്വാളിറ്റി ഓഫ് ലൈഫും വളരെയധികം വ്യത്യാസമായി. ഈ ഡയബറ്റീസ് ഉള്ളവർക്കാണ് മെയിൻലി നമ്മൾ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് ഈ മരുന്നുകൾ വന്നത്. അപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് നമുക്ക് ഈ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയബറ്റീസിൻ്റെ മറ്റ് മെഡിക്കേഷൻസ് കുറയ്ക്കേണ്ടി വരാറുണ്ട്? ഡെഫിനറ്റ്ലി. കാരണം നമ്മളിപ്പം ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ ഇത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു മെഡിസിനാണ് ഡയബറ്റീസ് സമയത്തുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ HbA1c ഒക്കെ നമ്മൾ 9%, 8% ഒക്കെ ആൾക്കാർക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ ഇത് 5.5, 6 എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കുറയാറുണ്ട്. അപ്പം നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ പറയും ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിലോ അങ്ങനെ സൾഫണിൽ യൂറിയ എടുക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡോസ് ഡെഫിനറ്റ്ലി കുറയ്ക്കണം. മെറ്റ്ഫോമിൻ, ബാക്കി SGLT2 ഇൻഹിബിറ്റർ എടുക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഡോസിൻ്റെ വെച്ചും കൊണ്ട് ഈ മോളിക്യൂൾ കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഡയബറ്റീസിൻ്റെ മെഡിസിൻസിൻ്റെ എസ്പെഷ്യലി ലോ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന മെഡിസിൻസ് കുറയ്ക്കണം. ഒബീസിറ്റി നമ്മൾ പറഞ്ഞു, ഒബീസിറ്റിക്ക് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് കാരണം ഒബീസിറ്റി ഉണ്ടാവാം, ഒബീസിറ്റി ഉള്ളവർക്ക് ഒരു സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ സറൗണ്ടിങ് കൂടെയുള്ള ആൾക്കാർ അവരുടെ ഒരു ബിഹേവിയറും ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാവണം. അപ്പം വിപിൻ സാധാരണ അങ്ങനെ വരുന്ന ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ അടുത്ത് എന്തൊക്കെ സജഷൻസാണ് സാധാരണ പറയാറുള്ളത്? പല പേഷ്യൻസും വരുമ്പോൾ നമ്മൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അറിയാതെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് കാണാതെയോ ഒക്കെയാണ് വരുന്നത്. കാരണം അവർക്ക് ആ ഫാമിലിയിൽ നിന്ന് ഉണ്ടാവുന്ന നെഗറ്റീവ് വശങ്ങൾ കണ്ടാണ് പലരും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും.
നിങ്ങളിങ്ങനെ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത്, നിങ്ങൾ എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് ശരിക്കും ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പല കാര്യങ്ങൾ, ആ വെള്ളം കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരുന്ന് കലക്കി കുടിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ എന്നായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അവരുടെ എസ്കേപ്പിസം പോലെയാണ് അവർ പറഞ്ഞു വരിക. പക്ഷേ പല ഫാമിലീസിലും നമ്മൾ പറയാറുണ്ടെങ്കിൽ ഇതൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ട്രീറ്റ്മെൻറ്റിനെക്കാട്ട് ഒരു ഫാമിലി ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാറണം. ഓക്കെ. അപ്പം ഈ ഒരു ഇൻഡിവിജ്വൽ നമ്മൾ മെഡിക്കലി നമ്മൾ ഒബേസിറ്റി മെഡിക്കേഷൻ എടുക്കുന്നുണ്ടെങ്കിലും അവരുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആയിരിക്കണം. യെസ്, നമുക്ക് മരുന്നെടുക്കുന്നുണ്ട്, നമുക്ക് കുറയ്ക്കാൻ പറ്റും, എക്സസൈസ് ചെയ്യണം, നമ്മൾ ഡയറ്റ് ഫാമിലി മൊത്തമായിട്ട് നമ്മളങ്ങനെ ഡയറ്റ് മാറ്റാം, നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഫാമിലി ഉണ്ടാക്കണം. അങ്ങനെ ഒരു സംഭവം വരുമ്പം ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശ്വാസമാണ്. അത് അവരുടെ മോട്ടിവേഷൻ ഡബിൾ ആവും. അപ്പോൾ അവരും ആക്ച്വലി ഇത് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും ഒക്കെ, പിന്നെ സബ്സിക്വൻ്റ്ലി നമുക്ക് ഒരു ടാർഗറ്റ് അച്ചീവ് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് മെഡിസിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം പോസിറ്റീവായിട്ട് ഫാമിലി അറ്റ്മോസ്ഫിയർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ഒബേസിറ്റി മാനേജ്മെൻറ്റ്. അതെ അതെ. പണ്ടുപോലെ ഈ അമിതവണ്ണം ഉള്ളവർ നമ്മളൊരു തമാശ ക്യാരക്ടറായിട്ടാണ് സമൂഹം കണ്ടുവരുന്നത്. നമ്മുടെ പഴഞ്ചൊല്ലുകൾ പോലും അങ്ങനെയാണ്. പൊണ്ണത്തടിയന് എന്തിനു കൊള്ളാം, തെക്കേപ്പുരയുടെ തൂണിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പഴയ പഴഞ്ചൊല്ലുകൾ തന്നെയുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഡേൺ മെഡിസിനിൽ ഈ അമിതവണ്ണത്തെ ഒരു അസുഖമായിട്ടാണ് കാണുന്നത്. അത് ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ടല്ല, അത് വലിച്ചു വാരി തിന്നുന്നതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ദേഹം അനങ്ങാതിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഭാഗ്യവശാൽ ഇന്ന് ഇപ്പോൾ ഈ ആധുനിക മെഡിസിനിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ വിപിൻ പറഞ്ഞ പോലെ അമിതവണ്ണം അതൊരു സൈക്കോളജിക്കൽ ഒരു സ്ട്രെസ്സായിട്ട് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ട് എവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്കും ഒരു സാധാരണ നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ഒരു മനുഷ്യരെ പോലെ നോർമൽ വെയിറ്റിലേക്ക് വരാനും ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കും.